കൊച്ചമ്മ എന്നെ അടിക്കാൻ വരുന്നു. മോൾ അച്ഛന്റെ കൂടെ വാ, അമ്മ ഒന്നും ചെയ്യില്ല. അതെ അതെ, അടുത്ത് പിടിച്ചെടുത്ത് ലാളിച്ചോ. പ്രായമായ പെണ്ണ്, കൊച്ചു കുഞ്ഞാണെന്ന് അവളുടെ വിചാരം. അവൾ ഇന്നും എനിക്ക് കുഞ്ഞല്ലേ എന്റെ മാധവി. അമ്മയില്ലാത്ത കൊച്ചലെ, അവൾ എന്തെങ്കിലും അറിവില്ലാതെ തെറ്റിതാ, നീ അങ്ങ് ക്ഷമിച്ചുകളാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ഛന്റെ മോളുടെ ഇഷ്ടം. ഇവര് തമ്മിൽ കണ്ടാ പിന്നെ കീരിയും പാമ്പും പോലെയാ. നീ കീരിയോ പാമ്പോ? കണ്ടില്ലേ പെണ്ണിന്റെ നകളിപ്പ്? എനിക്ക് എനിക്ക് ഒന്ന് അടങ്ങി നിൽക്കണേ. ആ നിനക്ക് എനിക്കൊന്നും വേണ്ട, എനിക്ക് അത് മതി. ആ ഞാൻ തരില്ല, ഇത് എനിക്ക് വേണം. എനിക്ക് അത് തന്നെ വേണം. വേഗം കുളിക്കുക ചെയ്യാം, ഊണ് കഴിക്കാം. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ കാശെല്ലാം ചെലവാക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങൾക്ക് എല്ലാം നിങ്ങളാണ്. നിങ്ങളുടെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. ശരി, നിന്റെ ഇഷ്ടം പോലെ. ചേട്ടാ, ഓമിന് പെട്ടെന്ന് തളർന്നു വീണു. വല്ലാതെ തീർക്കുന്നുണ്ടല്ലോ. അവൾക്ക് ഇത് സാധാരണ വരാറുള്ളതല്ലേ, കുറെ സമയം കഴിയുമ്പോ മാറിക്കോളും. ഓമനെ 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 ഓമനെ. ഒരു ചായ ഉണ്ട്. രണ്ട് ചായ. ഇവിടെ വെക്കടാ. ആദ്യം ചോദിച്ചു ഞാൻ എവിടെ വെക്കണം? ഇവിടെ വെക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ ആര് വേണമെങ്കിലും എടുത്തു. ഇതുവരെ തന്നത് പലിശ, ഇത് മുതല്. മുതലാളി, എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം. എന്താ വരുമുള്ള വിശേഷം? മോക്ക് നല്ല സുഖമില്ല. ഓമനിക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ചു. പരമോള് പോയിക്കോളൂ. ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം. മോനെ, ഓമനയ്ക്ക് പനി വളരെ കൂടുതലാണ്. ഓമനെ, ചേട്ടൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാനിരുന്നതാ.
ഈ രാത്രി ഇനി എന്ത് ചെയ്യും മോനെ? അമ്മാവൻ വിഷമിക്കണ്ട. നാളെ രാവിലെ മുതലാളിയുടെ കുറച്ച് പണം ഞാൻ കടം വാങ്ങിക്കാം. ഓമനെ നാളെ തന്നെ നമുക്ക് ടൗണിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതെല്ലാം അവിടെ വന്നറിയാം. കാർ നിർണയിച്ചിട്ടുണ്ട്. ഇത്തവണത്തേക്ക് മാപ്പ്. മാപ്പ് എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. റോബർട്ട്, കൊണ്ടുവയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഖാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല. ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണമോ? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തായിരിക്കും. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് എതിർക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. ഈ കുട്ടിക്ക് തലച്ചോറ് സംബന്ധമായ അസുഖമാണ്. ഉടനെ നല്ലൊരു ഡാക്ടറെ കാണിക്കണം. വൈദ്യരെ താമസിക്കണ്ട, ഉടനെ വേണം. ഞാൻ വരട്ടെ. മോളെ, ഓമനെ, ഓമനിക്ക് മോള് കരയാതെ. വിജയൻ ഇപ്പൊ പണവും കൊണ്ടുവരും. എന്നാൽ ഉടനെ നമുക്ക് ഇവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. അഡ്വാൻസ് വേണം പോലും. നീ ഫാക്ടറിയിലുണ്ടാക്കിയ കുഴപ്പം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു. നീ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് ഞാൻ ധരിച്ചില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും നിന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. സാർ, യു മേ ഗോ ഔട്ട്.
അല്ല മോനെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഓമനയ്ക്ക് അസുഖം കൂടുതലാണ്, ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഏ? ജോലി നഷ്ടപ്പെട്ടെന്നു? അപ്പൊ എന്റെ മോള്? ഉടനെ നല്ല ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ എന്റെ മോളുടെ ജീവൻ അപകടത്തിലാകുമെന്നാണ് വൈദ്യര് പറഞ്ഞത്. ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കണോ? അമ്മാവും വിഷമിക്കണ്ട. ഓമനെ നമുക്ക് വലിയ ഡോക്ടറെ കാണിക്കാം. വെരി ഗുഡ്. നിന്റെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും എന്തെങ്കിലും പരീക്ഷണമുണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് ഒരു മനം മാറ്റത്തിന് കാരണം? എന്റെ ജോലി എന്താണെന്ന് പറയണം. വളരെ വിഷമം പിടിച്ച ഒരു ജോലിയാണ് നിനക്ക് ചെയ്യാനുള്ളത്. സഹായത്തിന് ഖാദറിനെയും കൂട്ടിക്കോളൂ. എന്റെ ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെത്ര വിഷം പിടിച്ചതാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. കേഷ്, എങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് രാത്രി കായൽക്കരയിലുള്ള മുളമ്പാലത്തിനടുത്ത് ഒരു ബോട്ട് വന്ന് നിൽക്കും. ഇതിന്റെ പകുതി ബോട്ടിൽ വന്നിറങ്ങിയ ആളുടെ കൈവശം കാണും. രണ്ടും ചേർത്ത് നോക്കിയ ശേഷം അയാൾ നിന്റെ കയ്യിൽ ഒരു പെട്ടി തരും. ആ പെട്ടി നീ ഇവിടെ എത്തിക്കണം. ഇത്രയേ ഉള്ളൂ? വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. എതിരാളിയുടെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടായേക്കാം. അക്രമങ്ങളെ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നത്. ആ, നിനക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം. വെരി ഗുഡ്. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നീ അവിടെ എത്തിയിരിക്കണം. ഓക്കെ? ശരി. ഈ ഫോട്ടോ ആര് സമ്മതിച്ചു? ശ്രീധരൻ മുതലാളി. അപ്പോൾ നീ? വണ്ടർഫുൾ. വിജയൻ അറിയാമോ
ഇന്ന് നാം നേടിയ രത്നത്തിന് എന്ത് വില വരുമെന്ന്? 50 ലക്ഷത്തിൽ പരം രൂപ. അറിയാം. അത് മാത്രവുമല്ല, ഇതിവിടെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രവും എനിക്ക്. തന്ത്രം? അതെ, നൂല് കെട്ടി മലയെ വലിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ? നീ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? ശ്രീധരൻ ഏർപ്പെടുത്തിയ ഒരു കള്ളക്കടത്തല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങളുടേതാക്കിയത്? വിജയൻ, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിലെ ഒരു സാധാരണ സംഭവമാണ്. ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽ മുടക്ക്. അതുള്ളവർക്കാണ് അന്തിമ വിജയവും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ പെട്ടി ഇവൻ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഇതാ 10,000 രൂപയുണ്ട്. എന്തിനാ ഇത്? 1 മാസത്തെ ശമ്പളം മുൻകൂട്ടി. 50 ലക്ഷം നേടിത്തന്നിട്ട് 10,000 രൂപയോ? കൊള്ളാം. എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സൂഹിക്കണ്ട. എനിക്കിതിന്റെ നേരെ പകുതി കിട്ടണം. നീ കണക്ക് പറയുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളൂ. പറ്റില്ലെങ്കിൽ പറയൂ. ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കാം. എന്തു പറയുന്നു? ഒരു പൈസ കൂടുതൽ തരാൻ സാധ്യമല്ല. ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് 10,000 രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല, താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം. എന്തു പറയുന്നു? ഇതിന്റെ നേർപകുതി എനിക്ക് തരുന്നോ, അതോ ഞാൻ ഇതിന്റെ ശരിയായിട്ടുള്ള ഉടമസ്ഥനെ ഏൽപ്പിക്കണം? വിജയൻ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ എല്ലാ ബിസിനസ്സിലും 50-50.